ഡൽഹി സർവകലാശാലയിലെ SFI പ്രവർത്തകർ മുദ്രാവാക്യം വിളികളുമായി ഗേറ്റിലേക്ക് എത്തി. ആദ്യം സെക്യൂരിറ്റി ജീവനക്കാർ വിദ്യാർത്ഥികളെ മർദ്ദിച്ചു. പിന്നാലെ പോലീസ് ബലപ്രയോഗം. വർഗീയതയാണ് എന്ന ബില്ലിലൂടെ കൊണ്ടുവന്നിരിക്കുന്നത്. ഒരു സമുദായത്തിനെ പ്രീണിപ്പെടുത്തി ഹിന്ദു വോട്ട് ബാങ്കിലൂടെ ലോക്സഭാ ഇലക്ഷൻ അട്ടിമറിക്കാനാണ് ഇതിന്റെ ശ്രമം. അസം, ഡൽഹി, ബംഗാൾ തുടങ്ങി രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പ്രതിഷേധം തുടരുന്നുണ്ട്. CAA ഭരണഘടനാ വിരുദ്ധമെന്ന് മന്ത്രി P. രാജീവ്. അടിയന്തരമായി റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് കേരള സർക്കാർ ഉടൻ സുപ്രീം കോടതിയിൽ പോകും. ഭരണഘടനയ്ക്ക് വിരുദ്ധമായിട്ടുള്ള നിയമത്തെ അടിസ്ഥാനപ്പെടുത്തിയുള്ള ചട്ടങ്ങൾ സ്വാഭാവികമായിട്ടും ഭരണഘടനാ വിരുദ്ധമാണ്. അത് നമുക്ക് നടപ്പിലാക്കാൻ ഭരണഘടനാപരമായ ബാധ്യതയില്ല. സർക്കാർ തീരുമാനത്തെ BJP ചോദ്യം ചെയ്യുന്നു. സാമുദായിക ചേരിതിരിവുണ്ടാക്കി കലാപങ്ങളും അസ്വസ്ഥയും ഉണ്ടാക്കാനുള്ള ശ്രമത്തിൽ നിന്നും അടിയന്തരമായി കോൺഗ്രസും CPM-ഉം പിന്മാറണം എന്നാവശ്യപ്പെടുകയാണ്. CAAക്കെതിരെ രമേശ് ചെന്നിത്തല സുപ്രീം കോടതിയിൽ പ്രത്യേക ഹർജി നൽകും. CAA അടിസ്ഥാനപരമായി വിവേചന സ്വഭാവമുള്ള നിയമമെന്ന് ഐക്യരാഷ്ട്രസഭ ആശങ്കയുയർത്തി. US-ഉം ആശങ്ക രേഖപ്പെടുത്തിയിട്ടുണ്ട്. മാതൃഭൂമി ന്യൂസ്, ഡൽഹി.